വെൽക്കം മൈ യൂട്യൂബ് ചാനൽ ഇടനാടൻ ബ്ലോഗ്. ഇന്ന് നമ്മുടെ നൗഷാദ് മാമാരെ വീട് പെയിൻറ്റിങ് ചെയ്യാണ്. അപ്പോൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സുഹൃത്തുക്കൾ സഫീറുണ്ട്, അളിയച്ചാരുണ്ട്. അപ്പം ബൽബറിയിൽ മരത്തിൽ നല്ല കുറച്ച് കാകൾ കണ്ടു. ഈ സാധനം തിന്നിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ അപൂർവമായിട്ട് കുറച്ചേ കാണാനുള്ളൂ ഇവിടെയൊക്കെ. ഇതിൽ ഇഷ്ടംപോലെ കാ ഉണ്ട്. ചെറിയ കായാണ്, പഴുത്തത് പറിക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ സാധനമുണ്ട് കാ. അങ്ങനെ പെയിൻറ്റിങ്ങിൻ്റെ പായൽ ചുരണ്ട് നടക്കുകയാണ്. രണ്ടുപേരും ഇങ്ങനെ തകൃതിയിൽ പെയിൻ്റ് അടിക്കുകയാണ്. സലീമളിയനെ എളുപ്പമാണ്, തൊട്ടടുത്ത് തന്നെയാണ് പണിക്ക് വരുന്നത്. നമ്മളെ ശരിവളിയൻ്റെ വീടുണ്ട് തൊട്ടടുത്ത്, ജാഫ്രാക്കാരെ വീടുണ്ട്. എൻ്റെ വീടത്തുകൂടെ താഴെ പോയാൽ മതി. സലീമ മാസ്കൊക്കെ ഇട്ടാണ് പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ഈ ബൽബറി സാധനം തിന്നിട്ടുള്ളവർക്ക് അറിയാം, ഇത് ജ്യൂസ് അടിക്കാനൊക്കെ നല്ല സൂപ്പർ സാധനമാണ്. ഹെൽത്തുമായിട്ട് വളരെ ഗുണമുള്ള സാധനമാണ്. ഇഷ്ടംപോലെ പഴം നിൽപ്പുണ്ട്. നമ്മളിന്ന് ഇത് മൊത്തം പറിച്ചിട്ടേ പോവും. നൗഷാദാമപ്പം ഇത് കാണുമ്പോൾ ഓടി വരും. അങ്ങനെ ഇവർ പെയിൻറ്റിങ്ങിൻ്റെ ചുരണ്ടലാണ് നടക്കുന്നത്. ഈ കാണുന്ന കോലമൊക്കെ 2 ദിവസം കഴിഞ്ഞ് അവർ അടിപൊളിയാക്കുമെന്നാണ് പറയണത്. എന്തായാലും പരിപാടി നടക്കട്ടെ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. അങ്ങനെ രാവിലെ പറിച്ച മൽബറി ഒരു ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കാൻ പോവുകയാണ്. ജ്യൂസ് എന്ന് പറയുമ്പോൾ നോമ്പ് തുറക്കാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാം. ഓക്കെ, ഫസ്റ്റിൽ പാൽ ഒഴിക്കുക. ചെറിയ പഴം, നാണിപ്പൂവൻ പഴം, മാക്സിമം നാണിപ്പൂവൻ പഴം ഇടുക. 5 ചെറുത്. ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സ്പെഷ്യൽ മൽബറി ഇട്ട് കൊടുക്കുക. മൽബറി സ്വല്പം 2-3 ഏലക്ക. ഓക്കെ, ഷേക്കാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഷേക്ക് എന്ന് പറയുമ്പോൾ നല്ല സൂപ്പർ, ഇത് കണ്ടോ, നല്ല കട്ടിക്ക് നല്ല അടിപൊളിയാണ്. ഇത് തണുക്കാൻ ഫ്രീസറിൽ വെച്ചിരുന്ന നോമ്പ് തുറക്കുന്ന സമയത്ത് സൂപ്പറായിട്ട് കഴിക്കാം. ഓക്കെ, ബൈ ബൈ.